ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ ചക്രമാണ് സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത്. സ്വാധിഷ്ഠാന ചക്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 6 ഗലുകളോട് കൂടിയ ഓറഞ്ച് നിറത്തോടു കൂടിയ ഒരു താമര പോലെ നമുക്ക് സ്വാധിഷ്ഠാന ചക്രത്തെ മനസ്സിൽ സങ്കല്പിക്കാം. അപ്പൊ ഈ സ്വാധിഷ്ഠാന ചക്രം ഏത് അവയവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്നത് ഗൊണാഡ്സ് എന്ന് പറയുന്ന ആ ഒരു അവയവുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ ഗൊണാഡ്സ് നമുക്കറിയാം, ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ആ ഒരു പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പുരുഷത്വം എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ കൊണ്ടുവരുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇനി സ്ത്രീകളിലാവട്ടെ ഈ ഒരു ഗൊണാഡ്സിന്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഒരു സ്ത്രീയെ സ്ത്രീയായി നിർത്താനും പുരുഷനെ പുരുഷനായി നിർത്താനും ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന ഗൊണാഡ്സിനെയാണ് നമ്മളുടെ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയുന്ന ആ ഒരു ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ പഞ്ചമഹാഭൂതങ്ങളിൽ ജലം എന്ന് പറയുന്ന ആ ഒരു എലമെന്റിനെയാണ് നമ്മളിവിടെ മനസ്സിൽ സങ്കല്പിക്കേണ്ടത്. അതുപോലെ നമ്മൾ അറിയാലോ, ഇപ്പൊ ഈ ഹോർമോൺസിന്റെ പ്രവർത്തനം എന്താ? ഇപ്പൊ സ്ത്രീയെ സംബന്ധിച്ച് ഒരു സ്ത്രീക്ക് സ്ത്രീയുടെ രൂപം കൊടുക്കുന്നതും പ്രഗ്നൻസി, മെൻസ്ട്രൽ സൈക്കിൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറഞ്ഞ ഹോർമോണാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിലാകട്ടെ പുരുഷന്മാരുടെ ഫിസിക്കൽ അപ്പിയറൻസ്, നല്ല ഗാംഭീര്യമുള്ള ശബ്ദം, അതുപോലെ ഫേഷ്യൽ ഹെയർസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പുരുഷനെ സംബന്ധിച്ച് വേണ്ട. അതുപോലെ തന്നെ പുരുഷ ഹോർമോൺ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാലാണ് അതുപോലെ തന്നെ പ്രത്യുൽപാദന ശേഷി പുരുഷന്മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട അവയവമാണ് ഗൊണാഡ്സ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ സീറ്റ് എന്ന് പറയുന്നത് സാക്രം എന്നാണ്. സാക്രത്തിലാണ് നമ്മൾ ഈ ഒരു ചക്രത്തിനെ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത്. സാക്രത്തിലാണ് ഗൊണാഡ്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാക്രം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഗൊണാഡ്സിനെ. പ്ലാനറ്റുകളിലെ ചന്ദ്രനെയാണ് നമ്മളിവിടെ മനസ്സിൽ വിചാരിക്കേണ്ടത്. നമുക്കറിയാം, പഞ്ചമഹാഭൂതങ്ങളിൽ നമ്മൾ ജലം വിചാരിച്ചു. അതുപോലെ തന്നെ ഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹത്തിനെയാണ് നമ്മളിവിടെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ചില യോഗ പോസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഭദ്രാസനം അല്ലെങ്കിൽ ബദ്ധകോണാസനം എന്ന് പറയുന്ന ബട്ടർഫ്ലൈ പോസ്റ്റർ. അതുപോലെ തന്നെ നമുക്കറിയാം, സാധാരണ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിനും മെൻസ്ട്രൽ സൈക്കിള് പ്രോപ്പർ അല്ലെങ്കിൽ ഒക്കെ കൊടുക്കാറുള്ള ഒരു പോസ്റ്ററാണ് ഭദ്രാസനം എന്ന് പറയുന്നത്. അപ്പൊ അതേ ഭദ്രാസനം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സ്വാധിഷ്ഠാന ചക്രത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ രണ്ട് പൊസിഷൻ, ഒന്ന് ദേവിയാസനം എന്ന് പറയും, ഗോഡസ് പോസ്റ്റർ. അതും നമുക്ക് ഇതുപോലെ തന്നെ സാക്രൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ആഞ്ജനേയാസനം എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റർ, ഇതും നമുക്ക് അതുപോലെ തന്നെ ഈ ഒരു സാക്രത്തിനെ അല്ലെങ്കിൽ ഈ സാക്രത്തിനകത്തിരിക്കുന്ന ഗൊണാഡ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോ ഈ ഒരു പോസ്റ്റർ, അതായത് ഈ ഒരു ചക്രം നമ്മൾ ഉത്തേജിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് ചാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീജമന്ത്രം എന്ന് പറയുന്നത് വം എന്ന് പറയുന്ന ബീജമന്ത്രമാണ്. അപ്പൊ വം എന്ന ബീജമന്ത്രത്തോടെ നമുക്ക് സ്വാധിഷ്ഠാന ചക്രത്തെ ഉത്തേജിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ വം എന്ന ബീജമന്ത്രം നമ്മൾ മനസ്സിൽ ചാന്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അകാരം, ഉകാരം, മികാരം ഈ 3 ശബ്ദങ്ങളും ഇതിൽ വരേണ്ടതാണ്. അതുപോലെ തന്നെ ഐ ഫീൽ എന്ന് പറയുന്ന ആ ഒരു എഫക്ട്, ഐ ഫീൽ എന്ന് പറയുന്ന ആ ഒരു എഫക്ട് നമ്മുടെ മനസ്സിലായില്ല. ആ ഒരു അഫർമേഷൻ നമ്മൾ ഈ ഒരു വം എന്ന് പറയുന്ന ബീജമന്ത്രം ചാന്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോ ഇതാണ് സ്വാധിഷ്ഠാന ചക്രം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്വാധിഷ്ഠാന ചക്രത്തെ പറ്റി നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ഒരു ചക്രത്തെ പറ്റി അറിയാനായിട്ട് തുടർന്ന് കാണുക. താങ്ക് യു.